ഗൈസ്, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട 10 MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്റർ മുഴുവനുമായിട്ടും നമ്മൾ MCQയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യമാണ്, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ഈസ്. നമുക്കറിയാം, ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതും തമ്മിൽ മാറാൻ പാടില്ല. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഒരു വസ്തുവും എർത്തും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. എന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എനി ടു ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ചോദ്യം, ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ആപ്പിൾ ആൻഡ് എർത്ത്. ശ്രദ്ധിക്കുക, ഇതിൽ രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ എന്ന് പറയുന്നത് എർത്ത് ആണ്. എർത്ത് ഇൻക്ലൂഡ് ആകുന്ന കേസിൽ ദാറ്റ് ഈസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോഡി ഓഫ് മാസ് 1 kilogram ഈസ് അട്രാക്റ്റഡ് ബൈ ദ എർത്ത് വിത്ത് ദ ഫോഴ്സ് ഈസ് ഈക്വൽ ടു. നമുക്കത് മനസ്സിലാക്കി വെക്കണം, 9.8 ന്യൂട്ടൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ ബോൾ ഈസ് ത്രോൺ അപ്പ്. നമ്മളൊരു കല്ലിനെ മുകളിലേക്ക് എറിയാണ്. അതായത് ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ട് അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. നമ്മുടെ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനങ്ങനെ പിടിച്ച് താഴേക്ക് ഇങ്ങനെ വലിക്കുന്നുണ്ട് അല്ലേ. അതിനെതിരെ നമ്മൾ ഈ വസ്തുവിനെ മുകളിലേക്ക് അങ്ങോട്ട് എറിയാണ്. ആ സമയത്ത് ജീന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമുക്കറിയാം, നമ്മളെ എർത്തിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിന് ഇത് ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ നെഗറ്റീവ് ആണ് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളോട് 2 മാർക്കിനായിട്ടൊക്കെ ഇത് ചോദിക്കാറുണ്ട്. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? എഫ് ആണ്. ഓക്കെ, ഇനി നമ്മളോട് പറയാണ്, നമ്മൾ ചേഞ്ചസ് വരുത്തുന്നു, എന്നിട്ട് ആ ഫോഴ്സിന് എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്. സോ ഇനീഷ്യലി ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്. അത് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ അതെന്താണ് വരിക എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ ലെറ്റർ എം ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ അല്ലേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരാളുടെ മാസ്, അതാണ് മറ്റേയാളുടെ മാസ്. ഒരാളുടെ എം സ്മോൾ ലെറ്റർ എമ്മും മറ്റേയാളുടെ നമ്മൾ ക്യാപിറ്റൽ എമ്മും കൊടുത്തു. ഓക്കെ, സെറ്റ് ആണല്ലോ. റെഡി? സോ ഇനി നമ്മളോട് ചേഞ്ചസ് വരുത്താൻ പറയുന്നുണ്ട്. എന്ത് ചേഞ്ച് ആണ് നമ്മളിവിടെ വരുത്തുന്നത് മക്കളെ? എന്ത് ചേഞ്ചാണ് വരുത്തുന്നത് നോക്കിക്കോ. masses of both of the object is reduced to half. നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടുപേരുടെയും മാസിനെ ഹാഫ് ആക്കുന്നു without altering the distance between them. അങ്ങനെയാണെങ്കിൽ മാസുകൾ രണ്ടും നമ്മൾ എന്താക്കിയിട്ടുണ്ട്? പകുതി ആക്കിയിട്ടുണ്ട്. സോ ചേഞ്ച് എന്താണ് വരുത്തുന്നത്? ഈ രണ്ടുപേരുടെയും മാസിനെ ഞാൻ പകുതിയാക്കുന്നു. ഒരാളുടെ m/2 ആക്കുന്നു, മറ്റേ ആളുടെ m/2 ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ ന്യൂ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ് എന്നാണ് ചോദ്യം അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടെത്താം. ബിക്കോസ് നമുക്കറിയാം എഫ് ന്യൂ ആണ് കണ്ടെത്തുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു, ഇനി മാസ് എന്താണ്? m/2. മറ്റയാളുടെ മാസ് എന്താണ്? m/2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, അത് ഞാൻ അതുപോലെ എഴുതുന്നു. സോ അങ്ങനെയാണെങ്കിൽ by2 ദാറ്റ് മീൻസ് അവിടെ ഒരു 4 ഉണ്ട് അല്ലേ. 4 ഉണ്ടല്ലോ, ഉണ്ട്. സോ 1/4 ഇൻറ്റു 4നെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. 2 × 2 4 ആണ്. ബാക്കി ആരൊക്കെയുള്ളത്? GMM ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ GMM ബൈ ഡി സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മളുടെ എഫ് എന്ന് പറയുന്നത് അല്ലേ. സോ വി ഗോട്ട് എഫ് ന്യൂ ഇസ് ഈക്വൽ ടു 1/4 എഫ്. ദാറ്റ് മീൻസ് നമ്മുടെ ഇനീഷ്യൽ ഫോഴ്സിന്റെ 4 ടൈംസ് കുറഞ്ഞിരിക്കുകയാണ് അല്ലേ. അത്രയും 1/4 ആയിട്ട് മാറിയിരിക്കുകയാണ്. സോ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ, F/4. നമുക്കറിയാം, മാസ് കുറയാണ് ചെയ്തത്. മാസ് കുറഞ്ഞാൽ അവിടെയുള്ള ഫോഴ്സ് കുറയും. അക്കാര്യം നമ്മൾ പഠിച്ചതാണ്. ബിക്കോസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ മാസസ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചത് കൊണ്ട് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് ചോദ്യമാണ്, ദ എർത്ത് അട്രാക്ട്സ് മൂൺ വിത്ത് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ. ഓക്കെ, നമ്മുടെ കയ്യിൽ ആരൊക്കെയുണ്ട്? എർത്തുമുണ്ട്, മൂണുമുണ്ട്. എർത്ത് എന്തിനാണ്? മൂണിനെ 10 ന്യൂട്ടൺ ഫോഴ്സിൽ അട്രാക്ട് ആക്കുന്നു. എന്നാൽ ചോദ്യം ഇതാണ്, ദ മൂൺ അട്രാക്ട്സ് ദ എർത്ത് വിത്ത് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. തിരിച്ച് മൂൺ എത്ര ഫോഴ്സിലാണ് ആക്ട് ചെയ്യുന്നത്? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെയിം ആയിരിക്കും കേട്ടോ. ഇറ്റ്സ് എ മ്യൂച്വൽ അട്രാക്ഷൻ. ഇത് അങ്ങോട്ട് എത്രയാണ് കൊടുക്കുന്നത് അത് തന്നെയാണ് ഇങ്ങോട്ടും ഉണ്ടാകുക. സോ ദാറ്റ് ഈസ് 10 ന്യൂട്ടൺ.
നെക്സ്റ്റ് ചോദ്യം, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബോഡീസ് ബിക്കം 6 times മോർ ദാൻ ദ യൂഷ്വൽ ഡിസ്റ്റൻസ് ദെൻ ദ എഫ് ബിക്കംസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ സെയിം കോപ്പിയാണ് അല്ലേ. നമ്മളോട് ഒറിജിനൽ ഫോഴ്സ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫോഴ്സ്, രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഫോഴ്സുകൾ നമുക്കറിയാം. ഒരാളുടെ മാസ് ക്യാപിറ്റൽ എം ആണ്, മറ്റേയാളുടെ മാസ് സ്മോൾ ലെറ്റർ എം ആണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ജി ഇൻറ്റു എം ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ആണെന്ന് അല്ലേ. ഓക്കെ, ഇനി നമ്മളോട് എന്തോ ഒരു ചേഞ്ച് വരുത്തുന്നു എന്ന് നമ്മളോട് പറയാണ്. നമ്മൾ എന്തോ ചേഞ്ച് വരുത്താണ് അല്ലേ. ആ ചേഞ്ച് എന്താണ്? ചേഞ്ച് നോക്കണേ. ഡിസ്റ്റൻസിനെ 6 times കുറക്കുന്നു അല്ലേ. ബോഡി ബിക്കംസ് 6 times മോർ ദാൻ ദ യൂഷ്വൽ ഡിസ്റ്റൻസ്. മോർ ആണ്, കൂടുതലാണ്. ഡിസ്റ്റൻസിനെ 6 times ആക്കാണ് അല്ലേ. 6 into ഡിസ്റ്റൻസ് ആക്കാണ്, 6d ആക്കി മാറ്റാണ്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടെത്തിക്കൂടെ? എത്ര സിമ്പിളാണ്. അപ്പം നമുക്ക് ന്യൂ ഫോഴ്സ് കണ്ടുപിടിക്കാം അല്ലേ. ഫോഴ്സ് ന്യൂ ഇസ് ഈക്വൽ ടു ജിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. മാസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. നമ്മളോടൊന്നും സ്പെസിഫൈഡ് പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ d/6 ആണോ? അല്ല, 6 times ആണ്. അപ്പോൾ 6d എന്ന് വരും. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് എന്ത് വരും? g ഇൻറ്റു എം ഇൻറ്റു എം ഡിവൈഡഡ് ബൈ 6ൻ്റെ സ്ക്വയർ നമുക്കറിയാം 36 ആണ് അല്ലേ. അപ്പോൾ 36d സ്ക്വയർ എന്ന് വരും. ആൻഡ് g mm ബൈ d സ്ക്വയർ എന്ന് പറയുന്നതാണ് എഫ് എന്ന് പറയുമ്പോൾ. ഫോർ വി ഗോട്ട് f/36. വി ഗോട്ട് f/36. So 1/36 times ആയിട്ട് ഇത് കുറയും. ബിക്കോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ഡിക്രീസസ്. ദ ഡിസ്റ്റൻസ് ആൻഡ് ദ നമ്മളുടെ ഫോഴ്സും എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ ഒരാൾ കൂടുമ്പോൾ മറ്റേയാൾ കുറയാണ് ചെയ്യുക. അപ്പോൾ 6 times നമ്മൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് 1/36 ആയിട്ട് കുറയുകയാണ് ചെയ്യുക. ആ കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർമ്മിച്ചിട്ട് വെക്കാം. നെക്സ്റ്റ് ചോദ്യമാണ്, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അപ്ലൈ ടു. എല്ലാവർക്കും പറ്റും കേട്ടോ. ഓൾ ബോഡീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സൈസ്. എല്ലാവർക്കും പറ്റും. അത് ചെറുതിന് വലുതിന്, വലുതിന് ചെറുതിന് എന്നുള്ള ഒരു നിബന്ധനയൊന്നുമില്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓൾ ബോഡീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സൈസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ചോദ്യമാണ്, ദ പെർപെൻഡിക്കുലർ ഫോഴ്സ് അല്ലേ. ദർ ലോട്ട്സ് ഓഫ് ഫോഴ്സസ് ഉണ്ട്. പക്ഷെ ഇതിൽ പെർപെൻഡിക്കുലർ ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ that force is a perpendicular force and that is thrust ആണ്. Option B is the right answer. Next question, the cork floats while the nail sinks in the water. This is due to. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ നോക്കും എത്ര പേർക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. സോ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സോ ബൈ, താങ്ക് യു.